നിങ്ങൾ നവകേരള സദസ്സിനെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു. UDF-നെ ചീത്ത പറയാൻ, ഗവർണറെ ചീത്ത പറയാൻ, കേന്ദ്ര സർക്കാരിനെ ചീത്ത പറയാൻ ഇന്നും അതുതന്നെയാണ് സംഭവിച്ചത്. നവകേരള സദസ്സ് നവംബർ മാസം 18-ാം തീയതി ആരംഭിച്ചത് മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഇനി മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ, ഒരു വികസന കാഴ്ചപ്പാട്, പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിന് മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട്, ഇതെല്ലാം ജനങ്ങളോട് പറയുന്നതിനും പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനും ജനങ്ങളുമായി സംവദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ്. ജനങ്ങളുമായി സംവദിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വിശദീകരിക്കും. ഇത് ഈ വന്നിരിക്കുന്ന 5000-6000 ആൾക്കാരുമായിട്ട് ആര് സംവദിച്ചു? ഇവിടെ ജനങ്ങളുമായി സംവദിക്കുക. കഴിഞ്ഞ നിങ്ങളെല്ലാം ഇത് നമ്മുടെ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് സമയത്തുള്ള സദസ്സും അതുപോലെ തന്നെ നവകേരള സദസ്സിന്റെ ഭാഗമായി മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിലും എല്ലാം പങ്കെടുത്തിട്ടുള്ളവരാണ്. ഈ രാവിലെയുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമായ ആളുകളാണ്, സാധാരണക്കാരാണ്, വ്യവസായികളാണ്, അല്ലെങ്കിൽ കച്ചവടക്കാരാണ്, തൊഴിലാളികളുടെ പ്രതിനിധികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇവരെല്ലാവരും ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായ ഒരു കൂട്ടം ആളുകളുമായിട്ടാണ് മുഖ്യമന്ത്രി സംവദിക്കുന്നത്. അവരിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കുകയാണ്. ഈ നിലയിലാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇടതുമുന്നണി ഭാഗത്തുള്ള ഒരു MP ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം വേണ്ട കാര്യങ്ങളാണ് എന്ന് അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റെന്ന് പറയുകയാണ് ഇത് പ്രശ്നങ്ങൾ സ്വീകരിക്കുന്ന വേദിയല്ല എന്നാണ് പറയുന്നത്. അല്ല, അത് അനാവശ്യമായി വിവാദം ഉണ്ടാക്കാൻ ഞങ്ങളോ മുഖ്യമന്ത്രി പറഞ്ഞല്ലേ സാർ? ഇത്തരം കാര്യങ്ങൾ, ഈ നവകേരള സദസ്സ് ഇത്രയും ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് വലിയ പരിപാടിയായി സംഘടിപ്പിക്കുമ്പോൾ അതിൽ തുടക്കം മുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ, വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ UDF ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. LDF-ന്റെ MP-ക്ക് വേണ്ടിയിട്ട് UDF വക്കാലത്ത് കൊണ്ടുവരികയാണ്. ഇവിടെ UDF ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഇത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷെ അതൊന്നും വിലപ്പോകുന്നില്ല. ഇപ്പൊ ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണ്, 4 ജില്ല കൂടി ഇനി ബാക്കിയുള്ളൂ. ഇവിടെ നവകേരള സദസ്സ് തുടക്കം മുതൽ ഈ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെല്ലാം ഇപ്പൊ പതിയെ പിന്മാറി തുടങ്ങി. ജനങ്ങളെല്ലാം ഒഴുകിയെത്തുകയാണെങ്കിൽ പക്ഷെ ബഹിഷ്കരണമുണ്ട്, കരിങ്കൊടിയുണ്ട്, അതെല്ലാം ഉണ്ട്. അതവിടെ നടന്നോളൂ. അത് ഇപ്പൊ ഡോക്ടർ അരുൺകുമാറിനോട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ല, അത് ജനാധിപത്യപരമായ പ്രതിഷേധം അവിടെ നടന്നോളൂ. അതങ്ങനെ നടന്നു പോയി, അതൊന്നും മൈൻഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ഈ വേദി മനസ്സിലായി രാഹുൽ, ഗവർണർക്കെതിരെ പ്രസ് മീറ്റിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് മനസ്സിലാക്കാം. നവകേരള സദസ്സിൽ ആ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന ഗവർണറെ ചീത്ത പറയാനാണ് ഭൂരിപക്ഷ സമയം ഉപയോഗിക്കുന്നത്. അല്ല, ഗവർണറുടെ സമീപനം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നിങ്ങൾ നവകേരള സദസ്സിലാണോ പറയുന്നത്? ഈ സർക്കാരിന്റെ ഹെഡായ ഗവർണറെ കുറിച്ച് ആ സർക്കാർ പരിപാടിയിൽ നിങ്ങൾ വിമർശിക്കാൻ പറ്റുമോ? ഗവർണർ RSSന്റെ തീരുമാനപ്രകാരം കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ LDF-ന്റെ മീറ്റിംഗ് വിളിക്കുക. MD ഗോവിന്ദ മാഷോ EP ജയരാജനോ പറഞ്ഞാൽ മനസ്സിലാവും. മുഖ്യമന്ത്രി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയിൽ ആ സർക്കാരിന്റെ നാഥനായ, സർക്കാരിന്റെ ഹെഡായ ഗവർണറെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയാണോ? ഗവർണറുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനും ഗവർണർ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്താൽ അത് നവകേരള സദസ്സിലെ ഈ പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഈ ഗവർണർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അല്ല രാഹുൽ, എന്റെ ആശങ്ക ഇതാണ്. ഈ ഗവർണർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നില്ല. പിന്നെ BJP-ക്കാണെങ്കിൽ അടുത്ത കാലത്തെങ്കിലും വലിയ പ്രതീക്ഷയില്ല എന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രചരണം. അതെന്താണെന്ന് തൃശ്ശൂർ നമുക്ക് കാണാം. പക്ഷെ അറിയേണ്ട ഒരു ചോദ്യം, ഗവർണറെ മാത്രം വിമർശിച്ചുകൊണ്ടുള്ള ഈ പോക്ക് ശരിയാണോ എന്നതാണ് എന്റെ. കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റാണ്, 99 സീറ്റ് നൽകി കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ഈ ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 300-ലധികം MPമാരെ തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരുണ്ട്. ആ നരേന്ദ്രമോദി നിയമിച്ചിരിക്കുന്ന ഗവർണറാണ്. ഗവർണർ പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? RSS ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. ഇന്ന് കോടതി സ്റ്റേ ചെയ്തില്ലല്ലോ. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേ ചെയ്തില്ലല്ലോ. കാലിക്കറ്റ് സർവകലാശാല ചെയ്തില്ല. അല്ല, കേരള സർവകലാശാലയിൽ ഞാൻ പറയാം, കേരള സർവകലാശാലയിൽ ചെയ്ത കാര്യം ഡോക്ടർ അരുൺകുമാറിനും അറിയാം. 4 ABVP-ക്കാരാണ്. എവിടെ നിന്നാണ് ലിസ്റ്റ് വരുന്നത്? ABVP-ക്കാർ മാത്രമല്ല, അധ്യാപക പരിഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന BJP-യുടെ RSS-ന്റെ അധ്യാപക സംഘടനയുടെ പ്രതിനിധികളെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് മറുപടി സോമൻ പറയട്ടെ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, പ്രസ് മീറ്റിൽ മുഖ്യമന്ത്രിക്ക് അത് പറയാം, പക്ഷെ തുടർച്ചയായി എല്ലാ വേദികളിലും വന്ന് സർക്കാരിന്റെ ഹെഡായ ഈ ഗവർണറെ വിമർശിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ടൊരു നവകേരളത്തെ എങ്ങനെയാണ് കെട്ടിപ്പടുക്കുക? സർക്കാരിന്റെ ഹെഡായ ഗവർണർ നവകേരള സദസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനെ പറ്റി പറയുന്നത് എന്താണ്? കേരളത്തിലെ മന്ത്രിമാരെ പറ്റി പറയുന്നത് ഈ ചക്കളത്തിപ്പൂര് കാണാനാണോ ഈ 10,000-കണക്കിന് മനുഷ്യർ ഈ നവകേരള സദസ്സിലേക്ക് വരേണ്ടത്? പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഈ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. ഈ നാട് നേരിടുന്ന പ്രശ്നമാണ് ഈ ഗവർണർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നു. 57,400 കോടി രൂപ നമുക്ക് ലഭിക്കാനുണ്ട്. നമ്മുടെ കുറവ് വന്നിരിക്കുന്നു. ആ കുറവ് വന്ന കാര്യങ്ങളിൽ അവിടെ ഗവർണർ ഉൾപ്പെടെ ഇടപെട്ട് ഇപ്പൊ പുതിയ കാര്യങ്ങൾ, എന്താ സാമ്പത്തിക അടിയന്തരാവസ്ഥ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇത് ഗവർണറുടെ നേതൃത്വത്തിൽ RSSന്റെ ആസ്ഥാനത്ത് നിന്നും ഞാൻ വരാം. സോമൻ തരാം. കുറവെന്ന കാര്യം പറയാം. കുറവ് വന്നത് എവിടുന്നാണ്? ഞാൻ വരാം. ശ്രീ സോമനിലേക്ക് വരാം. കാര്യം പറയാലോ. ശരി. ഒറ്റ മിനിറ്റ് കൂടി. കുറവെന്ന കാര്യം കൃത്യമായിട്ട് അറിയാലോ. GST വിഹിതത്തിൽ കുറവ് വരുന്നു. അത് നേരത്തെ നമുക്ക് അറിയാവുന്നതല്ലേ? അല്ല, GST വിഹിതത്തിൽ മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് വരേണ്ട മറ്റ് കുറവ് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കേണ്ട മറ്റ് വിഷയങ്ങൾ, ഈ റവന്യൂ കമ്മി എന്നൊക്കെ പറയുന്നത് രാഹുലെ, നമ്മൾ ടാക്സ് പിടിച്ചെടുക്കാത്ത സമയത്ത് നമ്മുടെ റവന്യൂ വരവ് കുറയുന്ന ഘട്ടത്തിൽ തരേണ്ടതാണ്. നമ്മുടെ റവന്യൂ വരവ് നല്ലതാണെന്ന് നമ്മൾ ഒരു ഭാഗത്ത് പറയുന്നു. നല്ലതാണെങ്കിൽ നമുക്ക് ആ കമ്മി കിട്ടില്ല. അല്ല, ഞാൻ നല്ലതാവുമ്പോ വരുന്നതല്ല കമ്മി. ചോദിക്കുന്നത് കേരളത്തിനോട് മാത്രമാണ് ഈ അവഗണനയുള്ളത്. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളോട് ഈ അവഗണന ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു. ശരി